ബ്രോ, ഇപ്പോൾ ഡോസ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ നിങ്ങള് കാക്കയുടെ തന്നെ കുഞ്ഞു പൊൻകുഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ പറയുന്നത് ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങളുടെ സിനിമ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമ ദൃശ്യം 3-നേക്കാൾ നല്ലതായിക്കൂടാ? അപ്പോൾ ആളുകളുടെ ഒപ്പീനിയനാണ്. അല്ല, നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിനിമ അതിനുശേഷം കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒക്കെയാണ്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല, ദൃശ്യം സിനിമയിലേക്കും അടിപൊളി സിനിമ ഡോസ് ആയാലും പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും നമുക്ക് അറിയില്ല. ഞാൻ ദൃശ്യം എന്ന് പറയുന്ന ഓൾറെഡി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൃശ്യമാണ്. ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നത് ദൃശ്യമായിരിക്കും അല്ലേ? അപ്പൊ അല്ല, അത് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് അല്ല, അങ്ങനെ കാണുന്നവരുണ്ടാവല്ലോ. അത് അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ നമ്മള് ആരായിട്ട് ഒരു പ്രശ്നത്തിന് ഞങ്ങളുടെ സിനിമ മാത്രമേ ആദ്യം പോയി കാണുന്ന പറയാൻ പറ്റും. പ്രേക്ഷകർക്ക് ഓരോ ഇതുണ്ടാവില്ല, പ്രേക്ഷകർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്ന ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചു പോകുന്ന കാര്യം ഞാൻ ഒന്നിനും ഒരാളെ ഫോഴ്സ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഈ പറഞ്ഞ കാക്കി ഞാൻ പൊൻകുഞ്ഞെന്ന് പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഓഡിയൻസിന്. അവര് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത്രേ പറയാനുള്ളൂ. അവർക്ക് ആദ്യം കാണണമെന്ന് കഴിഞ്ഞാൽ അത് കണ്ടോട്ടെ. വിഷയം കണ്ടു കഴിഞ്ഞിട്ട് കാണാനാണെങ്കിലും നമ്മൾ ഹാപ്പിയാണെന്നേ, കണ്ടാൽ മതി. മനസ്സിലായോ? ആദ്യം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ടാൽ മതി. പക്ഷെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് എന്താ പറയാ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ അല്ലേ? മോഹൻലാൽ ഫാൻസ്, എന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ഞാൻ വന്നത്. അല്ല, ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുന്നുണ്ട്.